പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണത്തിൽ CBIക്ക് രേഖകൾ കൈമാറി. കേന്ദ്ര സർക്കാരിനും CBI ഡയറക്ടർക്കും പെർഫോമ റിപ്പോർട്ട് കൈമാറി. അതേസമയം റിപ്പോർട്ട് കൈമാറാൻ വൈകിയതിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിലെ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. ഡെപ്യൂട്ടി സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ, ഓഫീസ് അസിസ്റ്റന്റ് എന്നിവർക്കാണ് സസ്പെൻഷൻ ലഭിച്ചത്. വിവരങ്ങളുമായി MK വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, എന്തായാലും ഈ ആശങ്കകൾക്കൊക്കെ ഒടുവിൽ CBI ഡയറക്ടർക്കും കേന്ദ്ര സർക്കാരിനും രേഖകൾ കൈമാറിയ സാഹചര്യമുണ്ടല്ലോ സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണത്തിൽ. ഒപ്പം തന്നെ ഇത് വൈകിയതിൽ 3 പേർക്ക് സസ്പെൻഷൻ ലഭിച്ചുവെന്നും അറിയാൻ സാധിക്കുന്നു. ആഭ്യന്തര വകുപ്പിലെ 3 ഉദ്യോഗസ്ഥർക്ക്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ലക്ഷ്മി, തീർച്ചയായും നമുക്കറിയാം ഇത് ആഭ്യന്തര വകുപ്പിന്റെ വലിയ വീഴ്ച തന്നെയാണ്. കാരണം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അറിയിക്കുകയാണ്. കുടുംബം സിദ്ധാർത്ഥന്റെ അച്ഛൻ വന്ന് നേരിട്ട് കാണുമ്പോൾ മുഖ്യമന്ത്രി തന്നെ അവരെ അറിയിക്കുന്നു, ഈ കേസ് CBIക്ക് കൈമാറുകയാണ്. അവരുടെ ആവശ്യപ്രകാരം കേസ് CBIക്ക് കൈമാറുന്നു എന്നുള്ള കാര്യം മുഖ്യമന്ത്രി തന്നെയാണ് പുറപ്പെടുവിച്ചത്. ഈ വാർത്ത അദ്ദേഹം ഔദ്യോഗികമായിട്ട് തന്നെ വിജ്ഞാപനം ഇറക്കി. പക്ഷേ അതിനുശേഷം ഒരു നടപടിയും അതിന്മേൽ ആഭ്യന്തര വകുപ്പ് നിരവധി റെക്കോർഡുകൾ അതിന്മേൽ നീക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും FIRന്റെ കോപ്പി ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്ത് CBIക്ക് കൈമാറണം തുടങ്ങിയ നിരവധി സാങ്കേതികപരമായ നടപടികളുണ്ടായിരുന്നു. ഇതൊന്നും മുന്നോട്ട് നീക്കിയതേയില്ല. ആഭ്യന്തര വകുപ്പ് അനങ്ങിയതേയില്ല. അവസാനം സിദ്ധാർത്ഥന്റെ അച്ഛൻ വീണ്ടും രംഗത്ത് വരികയായിരുന്നു. CBI അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ട് ഒരു നീക്കവും ഉണ്ടാകാത്തതിനെതിരെ അച്ഛൻ ശക്തമായി രംഗത്ത് വരുന്നു. അദ്ദേഹം ഗവർണറെ കാണുന്നു, കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ കാണുന്നു. താൻ ഇനിയും വീണ്ടും ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തും, അവിടെ ക്ലിഫ് ഹൗസിന് മുമ്പിൽ കുത്തിയിരിക്കേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സിദ്ധാർത്ഥന്റെ അച്ഛൻ രംഗത്ത് വരുമ്പോഴാണ് മുഖ്യമന്ത്രി ഇതേപ്പറ്റി രണ്ടാമത് അന്വേഷിക്കുന്നത്. അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് ഒരു നടപടിയും നീക്കിയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. അങ്ങനെയാണ് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയോട് എന്തുകൊണ്ടാണ് ഇതിന്റെ കാലതാമസം ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങൾ മുഖ്യമന്ത്രി അന്വേഷിക്കുന്നു. മുഖ്യമന്ത്രിയുടെ അന്വേഷണം വന്നതോടുകൂടി വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നീങ്ങി. CBIക്ക് ഈ കേസ് കൈമാറുന്ന നടപടികൾ ഇമെയിലായി തന്നെ അത് CBIക്ക് അതിന്റെ പെർഫോമ കോപ്പി അടക്കം കൈമാറുകയും ചെയ്തു. പക്ഷേ ഇക്കാര്യത്തിൽ കാലതാമസം വരുത്തിയ 3 പേരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ മുഖം രക്ഷിച്ചിരിക്കുകയാണ്. ഡെപ്യൂട്ടി സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ, ഓഫീസ് അസിസ്റ്റന്റ് എന്നീ 3 ഉദ്യോഗസ്ഥരെ ആഭ്യന്തര വകുപ്പ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. കാരണം മുഖ്യമന്ത്രി നൽകിയ ഉത്തരവ് അത് നടപ്പാക്കുന്നതിലെ വീഴ്ച വരുത്തിയ, കാലതാമസം വരുത്തിയ 3 പേർക്കെതിരെയാണ് നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ നടപടി സ്വീകരിക്കാൻ നിർബന്ധിതരായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ലക്ഷ്മി, വിനോദാണ് വിവരങ്ങൾ നൽകിയത്.